ഇവൾ ഇതേവരെ എഴുന്നേറ്റില്ലേ? ഇവളെ ഇന്ന് ഞാൻ എടി വെച്ചു എഴുന്നേറ്റേ. എടി എഴുന്നേക്കാൻ അങ്ങോട്ട്. എല്ലാം കംപ്ലീറ്റ് ചെയ്യും ഇപ്പം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ചവിട്ടി ഇറക്കും. ചവിട്ടാൻ വരുമ്പോ മാറിയാ പോലെ. എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. എടി എഴുന്നേക്കടി. നീ വല്ലതും അറിഞ്ഞോ? എടി ഗ്യാസ് തീർന്നു. അപ്പൊ ഞാൻ പോയി ഗ്യാസ് കുറ്റി എടുത്തു. നീ പോയി ഗ്യാസ് കുറ്റി എടുത്തോണ്ട് വരണോന്നല്ല, ആ പപ്പന മനഃപൂർവ്വം ഗ്യാസ് നമുക്ക് തരാത്തത്. എന്തിനാ ചോദിക്ക്. ഇടി അങ്ങർക്ക് വാടക കൊടുക്കാത്തോണ്ട് അങ്ങനെ ഗ്യാസ് കട്ട് ചെയ്തു. ഇനിയും കൊടുക്കാൻ താമസിച്ചാലേ വെള്ളം കട്ട് ചെയ്യും. പിന്നെന്തോ ആയിരുന്നു? അയ്യോ ഒന്നും കൂടെ അങ്ങനെ പറഞ്ഞല്ലോ, കറന്റും കട്ട് ചെയ്യുന്നു പറഞ്ഞു. നമ്മളെങ്ങനെ കുളിക്കും? നിനക്കിപ്പോ കുളിയാണല്ലോ, ആഴ്ച ഒരിക്കൽ കുളിക്കുന്ന നീ മിണ്ടരുത്. വല്ല അകത്തോട്ട് ചെല്ലണമെങ്കിൽ ഗ്യാസ് ആദ്യം വേണം. എടി എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞത്. അയാൾക്ക് പൈസ കൊടുത്തിരിക്കും മൊത്തത്തിൽ പ്രശ്നമാവും. 6000 രൂപ കൊടുക്കണ്ടേ? ആ കൊടുക്കണം. എടി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറ. നേരത്തെ പോലെ കറണ്ടിന്റെയും ആ വെള്ളത്തിനും കൂടെ ആയാലും നമ്മളെ കട്ട് ചെയ്യുന്നതിന് മുമ്പ്. നമുക്കേ പാപ്പുവിന്റെ അടുത്ത് ചോദിച്ചു നോക്കിയാലോ? അവള് തരുവോ? കടമായിട്ടല്ലേ ചോദിക്കണേ, അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ചോദിച്ചോന്നല്ലോ. എന്തെങ്കിലും ഒന്നും എടുക്കില്ലല്ലേ? നിന്റെ ഉണ്ടോ 6000 രൂപ എടുക്കാൻ? നീ എന്നെ കണ്ട കാലം മുതൽ എന്റെ എന്തെങ്കിലും പൈസ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? ചോദിക്കാലോ. അത് ശരിയാ. നമുക്ക് പാപ്പുവിന്റെ അടുത്ത് ചോദിച്ചാലോ? നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ചോദിച്ച് പൈസ പപ്പന്റെ ഏൽപ്പിച്ചിട്ടോ. ഞാൻ ബാക്കിയാണ് നോക്കട്ടെ. അത് വലിയ സൗകര്യമാണോ? അല്ല എന്റെ വേറെ മുഖം കാണുന്ന വാങ്ങിക്കോട്ടെ. എന്തൊരു ശല്യമാണ്. മാറ് പോ.